ഒറ്റ തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുന്നിൽ എതിർക്കാത്തവരുടെ പട്ടികയിൽ മുസ്ലിം ലീഗും RSPയും. കൈരളി വാർത്ത ശരിവെച്ച് നേതാക്കൾ. പാർലമെന്ററി ജനാധിപത്യത്തെയും ഫെഡറൽ തത്വങ്ങളെയും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ. ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി രംഗത്ത് വരണമെന്ന് PB വ്യക്തമാക്കി. ഇതിന്റെ വിശദാംശങ്ങൾ വിഷ്ണു തലവൂർ നൽകും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെതിരെ വലിയ വിമർശനവും പ്രതിഷേധവും തന്നെയാണ് ഉയർന്നു വരുന്നത്. ഫെഡറൽ തത്വങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമമാണ്, കടന്നുകയറ്റമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് ഇന്ന് CPIM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല. BJPയുടെയും RSSന്റെയും അജണ്ട എന്ന് പറയുന്നത് രാജ്യത്തെ ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് പോലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നതാണ് CPIM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ശക്തമായിട്ടുള്ള വിമർശനങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അഖിലേഷ് യാദവ് ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ രാംനാഥ് കോവിന്ദ് സമിതി സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ 18,626 പേജുകളാണുള്ളത്. 191 ദിവസം കൊണ്ടാണ് ഇത്രയും വലിയ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ഏത് തരത്തിലാണ് എന്ന് മനസ്സിലാകുമെന്ന ഒരു വിമർശനം അഖിലേഷ് യാദവിൻ്റെ ഭാഗത്തുനിന്നും ഇന്ന് ഉണ്ടായിട്ടുണ്ട്. തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ളവരും ശക്തമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഉയർത്തുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, രാംനാഥ് കോവിന്ദ് സമിതിക്ക് മുന്നിൽ 15ഓളം രാഷ്ട്രീയ പാർട്ടികളാണ് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താത്തത്. അതിൽ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ RSPയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗുമാണ്. ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സാഹചര്യമായിരുന്നിട്ട് പോലും മുസ്ലിം ലീഗിൻ്റെയോ RSPയുടെയോ MPമാർ, പ്രത്യേകിച്ച് NK പ്രേമചന്ദ്രനും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ MPമാരും ഒന്നും തന്നെ രാംനാഥ് കോവിന്ദ് സമിതിക്ക് മുന്നിൽ പോവുകയോ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. ഇത് തികച്ചും BJPയെ സഹായിക്കുന്ന തലത്തിലൊരു നിലപാട് തന്നെയാണ് ഇരു പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.